ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവർ, ഈ ഒരു തിരുവൾത്താരയ്ക്ക് ചുറ്റും, ഈ ഒരു സ്നേഹത്തിന് ചുറ്റും നമ്മൾ ഓരോരുത്തരും അണയുമ്പോൾ നമ്മുടെ ഹൃദയവിചാരങ്ങളും സങ്കടങ്ങളും വേദനകളും ഹൃദയാഭിലാഷങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം ഈ ഒരു വാൾത്താരയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കാരണം ഏറ്റവും യോജിച്ചൊരു നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. എത്രത്തോളം എൻ്റെ ജീവിതത്തിലേക്കും അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം കരുണ കാണിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു മണിക്കൂർ. ഭൂമിയിലുള്ള ഓരോ വ്യക്തികളും ഈ ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം അത്രത്തോളം മനുഷ്യരെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ഒരു നിമിഷം. സ്വജീവൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തരുമ്പോഴും നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ അകൃത്യങ്ങൾക്കും വേണ്ടി അവനങ്ങൾ ഏറ്റുവാങ്ങിയ ഓരോ സഹനത്തിൻ്റെയും വില കൽപ്പിച്ചതും ആ ഒരു വില നമ്മൾ ഓരോരുത്തരും അറിഞ്ഞതും ഈ ഒരു നിമിഷത്താലാണ്. സുവിശേഷത്തിൽ ഈ പറഞ്ഞതുപോലെ അങ്ങോളം ഇങ്ങോളം ദൈവം കരുണ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മളും അതുപോലെ ആയിത്തീരാനുള്ളൊരു വിളി നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ രക്തസ്രാവക്കാരി സൗഖ്യപ്പെടും നമ്മൾ കാണുന്നുണ്ട്. 2 ഭാഗമായിട്ടാണ് ആ ഒരു ഭാഗത്തിൽ. അതിൽ ഈ പറഞ്ഞതുപോലെ 12 വർഷത്തോളം ഈ ഒരു രോഗത്തിൻ്റെ പീഡ അനുഭവിച്ച് ആ ഒരു വേദനയിൽ അമർന്ന് ചുറ്റുമുള്ള ഓരോ മനുഷ്യരിൽ നിന്നും പ്രഹരങ്ങളും സഹനങ്ങളും കളിയാക്കലും അല്ലെങ്കിൽ ഒറ്റപ്പെടലും ഏറ്റുവാങ്ങുമ്പോൾ ആ ഒരു സ്ത്രീ അന്ന് ഉറ്റുനോക്കിയിരുന്നത് തമ്പുരാനിലേക്ക് മാത്രമാണ്. തമ്പുരാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് രക്ഷ പ്രാപിക്കും എന്നുള്ളൊരു ബോധ്യത്താലായിരുന്നു ആ ഒരു സ്ത്രീ. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് നമ്മളും ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലും വ്യാകുലങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും വേദനകളും കൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്കും നമ്മുടെ വിശ്വാസത്തെ പ്രതി ഇതിൽ നിന്നെല്ലാം കടന്നു വരാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. ഈശോ അത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം? ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഈ രോഗിണിയായ ഈ യുവതി കടന്നു ചെല്ലുമ്പോൾ അത്രത്തോളം തിങ്ങിഞ്ഞെരുകൾ തമ്പുരാനെ കടന്നു പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? ഒരു കാര്യം അത്രത്തോളം ഭംഗിയായിട്ട് ചോദിക്കുന്നുണ്ട് തമ്പുരാന്. പക്ഷേ ചുറ്റുമുള്ള ഒരു വ്യക്തികൾക്ക് പോലും ആ ഒരു സ്നേഹാനുഭവം മനസ്സിലാക്കുന്നില്ല. ആരെന്നെ തൊട്ടു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും സംശയമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ ഒരു വാക്യം അവർ കേൾക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു അതിശയമായിരുന്നു. ഇത്രയും ജനം തിങ്ങിഞ്ഞെരുങ്ങുന്നതിനിടയിൽ ആരാണ് സ്പർശിച്ചതെന്ന് തമ്പുരാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നൊരു അനുഭവമാണ് തമ്പുരാനെ തൊടാൻ പറ്റാതെ പോകുന്നൊരു അനുഭവം. വിശുദ്ധ കുർബാനയിലായിക്കോട്ടെ, നമ്മുടെ പ്രാർത്ഥനകളിലായിക്കോട്ടെ, പലപ്പോഴും തമ്പുരാനെ തൊടാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കുറവെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഒരു ദൈവാനുഭവം ഇല്ലാതെയാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ടോ ചോദിക്കുമ്പോൾ പങ്കുകൊള്ളുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വേറൊരു അർത്ഥത്തിലേക്കും തലത്തിലേക്കും പലപ്പോഴും ആ ഒരു ചോദ്യത്തെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെയൊക്കെ ഉത്തരങ്ങൾ എന്താണ്? പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണോ നമ്മൾ ആയിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അല്ലെങ്കിൽ ഈ ഒരു ജനക്കൂട്ടം വന്ന് സംശയത്തോടും കളിയാക്കലോടും കൂടി തമ്പുരാനെ മാറ്റി നിർത്തിയതുപോലെ നമ്മളും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും ദൈവാനുഭവങ്ങളും കാണുമ്പോൾ നമ്മളും കളിതമാശയോടുകൂടി അന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടോ? അന്ന് തമ്പുരാൻ ആരോ ജനക്കൂട്ടത്തോട് ചോദിച്ച ചോദ്യം, ആരാണ് എന്നെ തൊട്ടത്? ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ നിമിഷവും ഞാൻ തമ്പുരാനെ തൊട്ടു എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? കാരണം ആ യുവതി അനുഭവിച്ചിരുന്ന വേദന അനുഭവണമെങ്കിൽ അത്രത്തോളം ആ രോഗം എത്രത്തോളം ആ ഒരു സമൂഹത്തിൽ അവർ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. രക്തസ്രാവം പ്രാപിച്ചൊരു യുവതി പലപ്പോഴും ഈ പറഞ്ഞതുപോലെ അവർക്ക് ആരോഗ്യത്തിനായിട്ട് ഒരു വൈദ്യനെ കാണാനോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരു വ്യക്തികളുടെയും ഒരു സേവനവും സ്വീകരിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്.
ആ ഒരു യുവതിയാണ് അന്ന് തമ്പുരാനെ തൊടാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ചുറ്റുമുള്ള ഓരോ വ്യക്തികളും തങ്ങളുടെ ഗുരുവെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ രക്തസ്രാവക്കാരി അന്ന് തൊടാൻ പോകുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അത്രത്തോളം വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടാണ് ആ യുവതി കടന്നു ചെല്ലുന്നത്. ആ യുവതി അന്ന് തമ്പുരാൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് കരുണ കാണിക്കണമെന്ന ബോധത്തോടുകൂടി പോകുമ്പോൾ അന്ന് ആ സ്ത്രീ പറഞ്ഞു വെക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെട്ടാൽ എല്ലാം മാറുമെന്നാണ്. നമ്മുടെ പരിഭവങ്ങളും പരാതികളും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ സ്വകാര്യതയിലും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ ഈ പറഞ്ഞതുപോലുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ എന്നുള്ള കാര്യം ഓർക്കണം. പ്രാർത്ഥിക്കുമ്പോഴായിക്കോട്ടെ, ദൈവസന്നിധിയിലായിരിക്കുമ്പോഴായിക്കോട്ടെ, ഒരു പൂർണ്ണമായ ബോധത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഓരോ നിമിഷവും ഓർക്കണം. കാരണം കരുണയോടുകൂടി നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി പലപ്പോഴും സംശയത്തോടു കൂടി നോക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു നിമിഷം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാം. എത്രത്തോളം തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എത്രത്തോളം കരുണ വർഷിക്കപ്പെടുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാം. അന്ന് രക്തസ്രാവക്കാരിയോട് അല്ലെങ്കിൽ ആ ഒരു ജനക്കൂട്ടത്തോട് ഒന്നടങ്കമാണ് ചോദിക്കുന്നത്, ആരാണ് എന്നെ തൊട്ടത്? ഒരിക്കലും താൻ കരുണ കാണിച്ച ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു പുരുഷനെ തിരിച്ചറിയാൻ മാത്രമല്ല, അതിനപ്പുറത്തോട്ട് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് തമ്പുരാൻ ആഗ്രഹിച്ചത്. കാരണം പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് ഈ ആഴപ്പെടലാണ്. ആ ഒരു വിശ്വാസത്തിലും ആ ഒരു സേവനത്തിലും ആ ഒരു കാരണത്തിലും പലപ്പോഴും നമുക്ക് ഒരു ബോധ്യമില്ലാതെ വരുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷകൻ മാത്രമല്ല, ഓരോ സുവിശേഷകനും ഈ ഒരു ഭാഗം പരിചയപ്പെടുത്തുമ്പോൾ അത്രത്തോളം ആഴത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിശുദ്ധ കുർബാനയ്ക്കായിക്കോട്ടെ, ഈശോയുടെ മുമ്പിലേക്ക് എത്തുന്ന ഓരോ നിമിഷവും ആയിക്കോട്ടെ, എനിക്ക് അവനെ തൊടാൻ പറ്റുന്നുണ്ടോ? കാരണം കരുണയുടെ ഏറ്റവും വലിയൊരു അനുഭവമാണ് ദൈവത്തെ തൊടുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നത് തന്നെയാണ്. പരാതികളോടും പരിഭവങ്ങളോടും കൂടി നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നല്ലൊരു ദൈവാനുഭവം കിട്ടുന്നില്ല. അല്ലെങ്കിൽ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ഒരു ദൈവാനുഭവം എനിക്ക് ഇല്ലാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ അറിയാൻ എനിക്ക് പറ്റാതെ പോകുന്നുണ്ട്. അന്ന് ആ രക്തസ്രാവക്കാരി ഈ ഒരു വിളുമ്പിൽ തൊട്ട് സൗഖ്യം സ്വീകരിക്കുമ്പോൾ, തമ്പുരാൻ ചോദിക്കുമ്പോൾ ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ ധൈര്യപൂർവ്വം കടന്നു വരുന്നുണ്ട്. വിശ്വാസ പ്രഖ്യാപനം അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു വിശ്വാസ പ്രഖ്യാപനം രണ്ട് ഭാഗമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുക. ആദ്യം ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ ചുറ്റുമുള്ള ഓരോ വ്യക്തികളുടെയും ഒറ്റപ്പെടുത്തലിലും വേദനകളിലുമെല്ലാം ഒരു രക്ഷ പ്രാപിക്കല് ആ ഒരു യുവതിക്ക് ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മാത്രമാണ് ഒരു ശാരീരികമായിട്ടുള്ള സൗഖ്യം കിട്ടിയെന്ന് ആ സ്ത്രീ തിരിച്ചറിയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഒരു വലിയ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണേ എന്നാണ്. ഓർക്കുക, ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾ ഏത് രീതിയിലാണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും നിയോഗങ്ങളും ഏറ്റെടുക്കുന്നതിനപ്പുറത്തോട്ട് അവിടുന്ന് പലപ്പോഴും നമുക്ക് സ്വീകാര്യമായ ഏറ്റവും നല്ല പദ്ധതി ഒരുക്കി വയ്ക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. അന്ന് ആ ഒരു ജനക്കൂട്ടത്തിൽ ആ ഒരു സ്ത്രീ ഒളിഞ്ഞിരുന്നപ്പോൾ അവരിടയിലൂടെ കടന്നു പോകുന്ന തമ്പുരാൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഇത്രത്തോളം നാൾ താൻ അനുഭവിച്ചിരുന്ന നാണക്കേടും വേദനയിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുമെന്നുള്ളൊരു കാര്യം വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ സ്ത്രീ തിരിച്ചറിഞ്ഞിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏക ആശ്രയവും കാരുണ്യവും തമ്പുരാൻ മാത്രമാണെന്നുള്ള കാര്യം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിൽ നമ്മുടെ അർത്ഥനകൾ സമർപ്പിക്കുമ്പോഴും നമ്മളും തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ ആരോടാണ്? ഈ പ്രശ്നങ്ങളും പരിഭവങ്ങളും വേദനകളും എല്ലാം എടുത്തു മാറ്റപ്പെടാൻ അല്ലെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിൽ തമ്പുരാൻ എനിക്കുണ്ട് എന്നുള്ള കാര്യത്തിനോടുകൂടി ചേർത്ത് പിടിക്കാനാണ്. പലപ്പോഴും
നമ്മുടെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോൾ പരാതികൾ തമ്പുരാൻ്റെ മുമ്പിൽ പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെയാണ് തമ്പുരാൻ ഈ ചോദ്യം പിന്നെയും ആവർത്തിക്കുന്നത്, ആരാണ് എന്നെ തൊട്ടത്? ഒരുപക്ഷെ നമ്മുടെ മറുപടി അവനെ തൊടാൻ പറ്റാതെ പോയ ആ ഒരു ജനക്കൂട്ടത്തിൻ്റെ മനോഭാവത്തിലായിരിക്കാം. പക്ഷേ പരിഭവപ്പെടേണ്ട ഒരു കാര്യമില്ല. ഓരോ ദിവസവും ആ കാരണത്തിന് പ്രതിച്ഛായയായിട്ട് ഓരോ നിമിഷം വിശുദ്ധ കുർബാനയിലൂടെ തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈശോ കടന്നു വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സംഭവം ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവരെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കാരുണ്യമായിട്ട് കടന്നു വരുമ്പോൾ എനിക്ക് അവനെ തൊടാൻ പറ്റുന്നുണ്ടോ? ഈശോയെ വിശ്വാസത്തോടു കൂടി തൊടാൻ പറ്റാത്ത എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളത്? തിരിച്ചറിയണം ഓരോ നിമിഷവും. എന്നെ തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്താണ് അകറ്റി നിർത്തുന്നത്? ആ ഒരു സ്നേഹത്തിൽ നിന്ന് എന്നെ എന്താണ് മാറ്റി നിർത്തുന്നത്? കാരണം വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ആ ഒരു സ്നേഹം പലപ്പോഴായിട്ട് പല ആവർത്തി പല സാഹചര്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതനുഭവിക്കുന്ന വ്യക്തികളായിക്കോട്ടെ ഒരു ജനക്കൂട്ടത്തിൽ 1, 2, 3 മാത്രമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ മനോഭാവത്തോടു കൂടെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അർത്ഥനകളും നമ്മുടെ ഹൃദയ അഭിലാഷങ്ങളും ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തെ തൊടാൻ പറ്റുന്നുണ്ടോ? പ്രത്യാശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അർത്ഥനകളും പലപ്പോഴും രൂപാന്തരപ്പെടുന്നു പോലുമില്ല. അവിടുത്തെ കാരണത്തിലേക്ക് പലപ്പോഴും ലയിച്ചു ചേരുന്നു പോലുമില്ല. തിരിച്ചറിയണം ഓരോ നിമിഷവും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ഒരു കാരുണ്യത്തെ എനിക്ക് തൊടാൻ പറ്റുന്നുണ്ടോ? കാരണം ആ ഒരു കാരുണ്യത്തെ അനുഭവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ ആ കാരുണ്യത്തെ പറ്റി ലോകത്തിലുള്ള ഓരോ വ്യക്തികളോടും പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരുണ്യത്തിൻ്റെ പ്രേക്ഷിതരായിട്ട് മാറാൻ പറ്റുകയുള്ളൂ. തിരിച്ചറിയണം ജീവിതത്തിൽ തമ്പുരാൻ എത്രത്തോളം എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുള്ള യാഥാർത്ഥ്യം. ഓരോ നിമിഷവും ആ കരുണയാൽ നമ്മൾ ഓരോരുത്തരെയും പൊതിയുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. കാരണം സ്വന്തമെന്ന് കരുതിയ ശിഷ്യന്മാർ പോലും അന്ന് ആരാണ് നിന്നെ തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ വളരെ ലാഘവത്തോടെ പറയുന്നുണ്ട്, ഗുരു നീ ശ്രദ്ധിക്കുന്നില്ലേ, ഇത്രയും വലിയൊരു ജനക്കൂട്ടം നിന്നെ ചുറ്റും തിങ്ങിഞ്ഞെരിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അവർക്ക് പോലും ആ ഒരു വിശ്വാസത്തിൻ്റെ പ്രബലത പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോലോകത്തിൻ്റെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമ്മൾ കൈക്കൊള്ളുമ്പോൾ ഓർക്കുക, എനിക്ക് അവനെ തൊടാൻ പറ്റുന്നുണ്ടോ? ഓരോ വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ ഈ ഒരു തിരുവാൾത്താരയിൽ പലപ്പോഴും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുമ്പോൾ അവന് എന്നോട് ചോദിക്കാൻ പറ്റുന്നുണ്ടോ, മകനെ മകളെ നീ എന്നെ തൊട്ടോ? ആ ഒരു ദൈവാനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കൈപിടിച്ചു വരാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയാഭിലാഷങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും വേദനകളും സങ്കടങ്ങളും എല്ലാം ചേർത്ത് വയ്ക്കാം. അവിടുത്തെ കാരുണ്യം എൻ്റെ ജീവിതത്തിലേക്കും ചുരിയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലിരുന്നു കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദീപികാരനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.